കൈകാലുകളിൽ ഉണ്ടാവുന്ന തരിപ്പ് മരവിപ്പ് ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നാഡികൾക്കാണ് ബാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നാഡികൾക്ക് ഉണ്ടാവുന്ന ക്ഷതം കൊണ്ടാണ് ഈ തരിപ്പും മരവിപ്പും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നാണ്. പക്ഷേ ശരീരത്തിൽ മറ്റുള്ള പല ഫാക്ടേഴ്സ് കൊണ്ടും ഈ തരിപ്പും മരവിപ്പും കാണിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രായമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ നമ്മളെ ശരീരത്തിലെ രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങി പോവുകയും അല്ലെങ്കിൽ നാഡികൾക്ക് അതിൻ്റെ ഫങ്ഷനിങ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരികയും എന്തെങ്കിലും പോഷകാഹാരക്കുറവിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ പറഞ്ഞിട്ടുള്ള തരിപ്പും മരവിപ്പും കാണിക്കാവുന്നതാണ്. എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ തരിപ്പ് മരവിപ്പ്, കാലുകൾക്കും കൈകൾക്കും ഒക്കെ ഉണ്ടാവുന്ന ഈ തരിപ്പ് മരവിപ്പ് പെരുവരിപ്പ് പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടും കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ, പ്രധാനപ്പെട്ട ആഹാരങ്ങൾ, അതായത് നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ്സുകളോ അല്ലെങ്കിൽ മെഡിസിൻസിന് പകരമായിട്ട് അതിൻ്റെ അളവും അതിൻ്റെ ഡോസേജും കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ആഹാരങ്ങളും, അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു തരിപ്പിൻ്റെയും മരവിപ്പിൻ്റെയും കാരണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ശരീരത്തിൽ ഒരുപാട് നാഡികളുണ്ട്, അതിനെയാണ് നമ്മൾ മെഡിക്കലി നെർവ്സ് എന്ന് പറയുക. രക്തധമനികളുണ്ട്, അതിൽ ബ്ലഡ് വെസൽസ്, അതിൽ ആർട്ടറീസ് ഉണ്ട്, വെയിൻസുകളുണ്ട്. അതേപോലെ തന്നെ ഈ ആർട്ടറീസിലും വെയിൻസിലും ആർട്ടറീസ് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ആർട്ടറീസും വെയിൻസും. ആർട്ടറീസ് എന്ന് പറയുമ്പം ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള രക്തം ശരീരത്തിലേക്ക് പല ഭാഗത്തിലേക്കും എത്തിക്കുന്നതാണ് ആർട്ടറീസിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. വെയിൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രക്തധമനികളിൽ വരുന്ന വെയിൻസ് അല്ലെങ്കിൽ സിരകൾ എന്ന് പറയുന്നത് അശുദ്ധ രക്തം ഈ പറഞ്ഞിട്ടുള്ള ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് എത്തിക്കുന്നതാണ് വെയിൻസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. എസ്പെഷ്യലി കാലിന്റെ ഭാഗത്തു നിന്നും ഒരു അപ്വേർഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വെയിൻസ്. അപ്പം ഈ വെയിൻസിന്റെ തകരാറിൽ അല്ലെങ്കിൽ വെയിൻസിന്റെ ഫ്ലോയിൽ അല്ലെങ്കിൽ വെയിൻസിലൂടെ ഓടുന്ന രക്തക്കുഴലുകൾക്ക് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷൻസിൽ ഇംബാലൻസ് വരുന്ന സമയത്താണ് നമുക്ക് തരിപ്പും മരവിപ്പ്, വേദന, കടച്ചില്, പുകച്ചിലൊക്കെ ആയിട്ട് മെയിനായിട്ടും അനുഭവപ്പെടുന്നത്. എന്നാൽ നാഡികൾക്ക് തകരാറുണ്ടാവുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് പ്രോമിനൻ്റ് ആയിട്ടും ഈ ഒരു വെയിൻസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ആണ്. വെയിൻസ് എന്ന് പറയുമ്പോൾ അതൊരു അപ്വേർഡ് അല്ലെങ്കിൽ ഒരു മുകളിലോട്ടേക്ക് ഒഴുകുന്ന ഒരു ബ്ലഡ് വെസൽസ് ആണ് വെയിൻസ് എന്ന് പറയുന്നത്. അതിനാണ് ഒരുപാട് വാൾവുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ, ബാക്ക് ഫ്ലോ തടയാൻ വേണ്ടിയിട്ട് അതിൽ വാൾവുകൾ പ്രസൻ്റ് ആണ്. വാൾവ് എന്ന് പറയുമ്പോൾ ഒരു ഡോർ, ആ ഡോറാണ് തിരിച്ച് ബ്ലഡ് ഫ്ലോ തടയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള വാൾവിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാൾവ് വീക്കാവും, പ്രായമായി വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസിൻ്റെ ഭാഗമായിട്ട് ഈ വാൾവുകൾ വീക്കാവും, അതിൻ്റെ ഫംഗ്ഷനിങ് കുറഞ്ഞു പോകും. അപ്പോൾ ആ വീക്കാവുന്ന സമയത്ത് സർക്കുലേഷൻ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ രക്തധമനികൾ തടിച്ച് വീർത്തിരിക്കുന്നത് നമുക്ക് കാണിക്കാവുന്നതാണ്. അതാണ് വെരിക്കോസ് വെയിൻസ് എന്ന കണ്ടീഷൻസ് നമ്മളെ കാലുകളിലൊക്കെ കാണപ്പെടുന്നത്. വെയിൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ സർക്കുലേഷൻസിൽ ഒബ്സ്ട്രക്ഷൻസ് വന്നിട്ട് അവിടെയൊക്കെ ഈ തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് വെരിക്കോസ് വെയിൻസ്. അത് കാലുകളിലാണ് പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കണ്ടുവന്നിട്ടുള്ളത്. പ്രായമായിട്ട് വരുന്ന സമയത്തായാലും ഈ രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് വരും, അതിൻ്റെ ഫങ്ഷനിങ് ലോ ആവും, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോകും. അതേപോലെ തന്നെ അതിന് ചുറ്റും കവറായിട്ടുള്ള എൻഡോതീലിയൽ ലൈനിങ് അല്ലെങ്കിൽ ഒരു രക്തധമനി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെയേഴ്സ്, ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക എക്സ്റ്റേണ പോലത്തെ ഒരുപാട് ലെയേഴ്സ് അതിൽ കവേർഡാണ്. അപ്പോൾ ആ ലെയേഴ്സിലൊക്കെ ഇംബാലൻസ് അല്ലെങ്കിൽ ലെയേഴ്സിൽ എന്തെങ്കിലും തകരാറ് വരുന്ന സമയത്താണ് നമുക്ക് രക്തക്കുഴലുകളിൽ ബ്ലോക്കേജ് ഉണ്ടാവുകയും വേദനയും തരിപ്പും മരവിപ്പും പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാലുകളിൽ, എസ്പെഷ്യലി വെരിക്കോസ് വെയിൻസിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് കാലുകൾക്ക് വേദന ഉണ്ടാവും, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, കുറേ നേരം നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇരിക്കുന്ന സമയത്തായാലും ഒരു പെയിൻ, നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകൾ കാണിക്കാം, സിവിയർ പെയിൻ കാണിക്കാം. ദെൻ ചർമ്മം നോക്കുന്ന സമയത്ത്, സ്കിൻ സർഫസ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചിലന്തി വല പോലെ ഇങ്ങനെ വെയിൻസ് ഇങ്ങനെ പടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടുപടഞ്ഞു കിടക്കുന്നതോ കാണിക്കാവുന്നതാണ്. അത് ചിലത് വെരിക്കോസ് വെയിൻസ് ആണെന്ന് കരുതി നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ശരീരത്തിലെ രക്തയോട്ടത്തിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കാണിക്കുന്ന ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാം, സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത്. അതിപ്പം ഈ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെയാണ് കോമൺ ആയിട്ടും ആ ഒരു ഹോർമോൺ ഇംബാലൻസ് കാരണം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീരീഡിൽ കാലുകൾ മാക്സിമം പൊക്കി വെക്കുക, തൂക്കിയിട്ടിരിക്കുന്നതിന് പകരം കുറച്ചുകൂടി പൊക്കി വെച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ദെൻ അതിനോടൊപ്പം തന്നെ തരിപ്പ് കാണിക്കാം, മരവിപ്പ് ഉണ്ടാവും. അവർ പറയുന്ന ഒരു ലോക്കൽ ടേംസ് എന്ന് പറയുന്നത് കാലുകൾക്ക് കടച്ചിലാണ്.
എപ്പോഴും ഒരു കടച്ചിലാണ്, ഒരു ഒരു മരവിപ്പാണ്, ഇങ്ങനെ ഒരു ടേംസ് നമ്മൾ യൂഷ്വലി എല്ലാവരുടെ ഇടയിലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ രക്തയോട്ടത്തിൽ ഉണ്ടാവുന്ന തകരാറ് മൂലമാണ് ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ചിലർക്ക് പുകച്ചിലായിട്ട് കാണിക്കും, കാലിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരു പുകച്ചിൽ ഫീൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡയബറ്റിസ് ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കാവുന്നതാണ്. ഇവിടെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞ കാരണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ട് പുകവലിക്കുന്ന ആളുകൾ, അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, നമ്മുടെ ഡയബറ്റിസും പ്രഷറും ഒക്കെ അൺകൺട്രോൾഡ് ആയിരിക്കുക, ജനറ്റിക് ഹിസ്റ്ററി, കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകൾക്ക്, അമിതമായിട്ട് ഷുഗർ കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, അതായത് നമ്മുടെ ഡയറ്റ് തന്നെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള കേസസുകളിലൊക്കെയാണ് ഈ ഒരു കണ്ടീഷൻസ് പ്രോമിനൻ്റ് ആയിട്ടും കാണിക്കുന്നത്. ഈ പുകവലിക്കുന്ന സമയത്തൊക്കെ ആയാലും അതിലെ നിക്കോട്ടിൻ കണ്ടന്റ് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് രക്തക്കുഴലുകളിൽ ഡാമേജ് ഉണ്ടാക്കും. ബർജേഴ്സ് ഡിസീസ് പോലത്തെ സിവിയർ കോംപ്ലിക്കേഷൻസിലൊക്കെ ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസീസുകൾ കൂടുതലാണ്. അപ്പോൾ രക്തയോട്ടം ഇംപ്രൂവ് ചെയ്യാൻ നൈട്രിക് ഓക്സൈഡിൻ്റെ ഒരു പ്രസൻസ് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കേസസിൽ വരുന്ന സമയത്ത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, മെഗ്നീഷ്യം, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മളെ രക്തയോട്ടത്തിൻ്റെ ആ ഒരു തകരാറ് കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ബീട്രൂട്ട് കഴിക്കുക. അത് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ തോരനാക്കിയിട്ടോ അല്ലെങ്കിൽ ഉപ്പിലിട്ടിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എള്ള് നന്നായിട്ട് ഉൾപ്പെടുത്തുക, സീഡ്സുകളിൽ എള്ള് നന്നായിട്ട് കഴിക്കുക. ചെറു മത്സ്യങ്ങൾ അത്യാവശ്യം കഴിക്കാൻ ശ്രമിക്കുക. ചീര, മുരിങ്ങയില, ബ്രൊക്കോളി, ക്യാപ്സിക്കം, അവക്കാഡോ, ഒലിവ് ഓയിൽ, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കോക്കനട്ട് ഓയിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്, ബട്ട് കമ്പാരിറ്റീവ്ലി ഇത്തരം ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. നട്ട്സുകൾ ധാരാളം കഴിക്കുക, എസ്പെഷ്യലി ബ്രസീൽ നട്ട്സ്, വാൽനട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക. അത് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സീഡ്സുകളിൽ ഈ പറഞ്ഞുള്ള എള്ള് കഴിക്കാം, ഫ്ലാക്സ് സീഡ്സ് നന്നായിട്ട് കഴിക്കുക, ചിയ സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സുകളിൽ നിങ്ങൾക്ക് അനാറ് കഴിക്കാം, അവക്കാഡോ കഴിക്കാം, സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാരറ്റ് കഴിക്കാവുന്നതാണ്, ബീട്രൂട്ട്, ബ്രൊക്കോളി, കോളിഫ്ലവർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സുകൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. പാൽ ഉൽപ്പന്നങ്ങളിൽ വരുന്ന ഈ പറഞ്ഞുള്ള നെയ്യ്, വെണ്ണ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതേപോലെ ബട്ടർ കഴിക്കാവുന്നതാണ്, കേർഡ് അത്യാവശ്യം ഉൾപ്പെടുത്താവുന്നതാണ്. എഗ്ഗ് ഡെയിലി ബേസിസിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ആ ഒരു നീർക്കെട്ടുകൾ, വേദനകളൊക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും കുറച്ചുകൂടി ഹെൽത്തിയാണ്, ആ വേദനകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഡോക്ടറുടെ അണ്ടറിൽ മാത്രം കഴിക്കുക. അതിനോടൊപ്പം തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്